പി വി അൻവർ ഉയർത്തിവിട്ട വിവാദം ഇന്ന് കേരളത്തിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. പി വി അൻവർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ സംഘപരിവാറിന് എതിരെയാണ്. പോലീസിൽ സംഘപരിവാർ വൽക്കരണം നടക്കുന്നു, സംഘവൽക്കരണം നടക്കുന്നു, സംഘീവൽക്കരണം നടക്കുന്നു. അതിനെതിരെയാണ് ഞാൻ പോരാടുന്നത്. മലപ്പുറം ജില്ലയിൽ പോലീസ് ജനങ്ങളെ വേട്ടയാടുകയാണ്, അതിനൊരു പ്രത്യേക കാരണവുമുണ്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഹിന്ദു വർഗീയതയ്ക്കെതിരെ പോരാടുകയാണ് ഞാൻ ചെയ്യുന്നത്, അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. ഇതാണ് പി വി അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. പക്ഷെ പി വി അൻവർ ബി ജെ പിക്ക് കൈകൊടുക്കുന്നു, പി വി അൻവർ സംഘപരിവാറിന് കൈകൊടുക്കുന്നു, പി വി അൻവർ സുരേഷ് ഗോപിക്ക് കൈകൊടുക്കുന്നു. തൃശ്ശൂർ പൂരം കലക്കിയത് പോലീസാണ്, എം ആർ അജിത്കുമാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പി വി അൻവർ രംഗത്ത് വരുന്നത്. തൃശ്ശൂർ പൂരം പ്രശ്നം ആദ്യം പൊതുസമൂഹത്തിൽ ഉയർത്തുന്നതും പി വി അൻവർ തന്നെയാണ്. തൃശ്ശൂർ പൂരം കലക്കി ബി ജെ പിക്ക് ജയിക്കാൻ രാഷ്ട്രീയ സാഹചര്യം ഒരുക്കിക്കൊടുത്തത് എം ആർ അജിത്കുമാറാണ്, ADGP ആണ് എന്നാണ് പ്രധാനപ്പെട്ട ആരോപണം. ആ ആരോപണത്തെക്കുറിച്ച് സംസ്ഥാനത്ത് ഇപ്പോൾ DGP തലത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ DGP എം ആർ അജിത്കുമാർ തന്നെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നു സർക്കാരിന്. നേരത്തെ സമർപ്പിക്കേണ്ടതാണ്, അത് നീണ്ടുപോയി. 5 മാസം കഴിഞ്ഞാണ് സമർപ്പിച്ച റിപ്പോർട്ട് തള്ളുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത്, ആഭ്യന്തര വകുപ്പ് ചെയ്തത്. അതിനുശേഷം അത് സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തണം, അന്വേഷണം നടത്തണമെന്ന് സംസ്ഥാന സർക്കാർ DGPയോട് ആവശ്യപ്പെടുന്നു. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ആവശ്യപ്പെടുന്നു. അന്വേഷണം നടക്കുന്നു, ആരംഭിച്ചിരിക്കുന്നു എന്നർത്ഥം. ആരാണ് പൂരം കലക്കിയത് എന്നതാണ് പ്രധാന പ്രശ്നം. പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ചില പുതിയ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരുന്നു. ആരാണ് പൂരം കലക്കിയത് എന്ന് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടമായിരുന്നു. പൂര ദിവസം, പ്രശ്നമുണ്ടായ ദിവസം ആ സംഭവ സ്ഥലത്ത് എത്തുന്നത് സുരേഷ് ഗോപി. കെ രാജന് മന്ത്രിക്ക് അവിടെ എത്താൻ കഴിയുന്നില്ല. സുരേഷ് ഗോപിക്ക് സേവാഭാരതിയുടെ വാഹനത്തിലല്ല, ആംബുലൻസിലാണ് വന്നത്. വാഹനത്തിൽ ആർക്കും വരാം, പക്ഷേ ആംബുലൻസിൽ അങ്ങനെ വരാൻ കഴിയുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അങ്ങനെ ആംബുലൻസിൽ മുന്നിലിരുന്ന് സുരേഷ് ഗോപി വരുന്നു, ആരും തടയുന്നില്ല, പോലീസ് പോലും തടയുന്നില്ല. എന്നാൽ മന്ത്രി കെ രാജന് അവിടെ എത്താൻ പറ്റുന്നില്ല, അദ്ദേഹം നടന്നാണ് അവിടെ എത്തിയത് എന്നോർക്കണം. എങ്ങനെ സേവാഭാരതിയുടെ വാഹനത്തിൽ സുരേഷ് ഗോപി അവിടെ എത്തി? അവിടെ എങ്ങനെ BJP നേതാക്കൾ എത്തി? അവിടെ എങ്ങനെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാക്കൾ എത്തി? ഈ ചോദ്യം ഉയർന്നു വരികയും ആരാണ് ഇതിന് പിറകിൽ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം മെല്ലെ മെല്ലെ തെളിഞ്ഞു വരികയായിരുന്നു. സുരേഷ് ഗോപിയുടെ PR ഏജൻസിയായ, ഇലക്ഷൻ പ്രവർത്തനങ്ങളിൽ സുരേഷ് ഗോപിയെ സഹായിക്കുന്ന PR ഏജൻസിയായ വരാഹി എന്ന ഏജൻസിയുടെ കോർഡിനേറ്റർക്ക് പങ്കുണ്ട്. അദ്ദേഹമാണ് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്തത് എന്ന വിവരം പുറത്തു വന്നു. അപ്പോൾ പൂരം കലക്കിയത്, ഓർഗനൈസ് ചെയ്തത്, ഈ ഗൂഢാലോചനയിലെ മുഖ്യ കണ്ണി വരാഹിയുടെ കോർഡിനേറ്ററായ അഭിജിത്ത് നായരാണ് എന്ന വിവരം പുറത്തു വരുന്നു. സുരേഷ് ഗോപി തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ PA വിളിച്ചിട്ടാണ് ഞാൻ വന്നത്, അത് അഭിജിത്താണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എന്ന് പറയുന്നു. ദേവസ്വം ഭാരവാഹികൾ പറഞ്ഞിട്ടുണ്ട്, അഭിജിത്ത് വിളിച്ചിട്ടാണ്, സുരേഷ് ഗോപിയുടെ PA വിളിച്ചിട്ടാണ് പറഞ്ഞത്, സുരേഷ് ഗോപി അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്തതിൻ്റെ പിറകിൽ വരാഹി എന്ന PR ഏജൻസി ഉണ്ട്. സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ടാണ് ഈ ഏജൻസി പ്രവർത്തിക്കുന്നത് എന്ന് വെച്ചാൽ സംശയത്തിൻ്റെ മുന നീങ്ങുന്നത് സുരേഷ് ഗോപിയിലേക്കാണ്, ഈ PR ഏജൻസിയിലേക്കാണ്, സംഘപരിവാറിലേക്കാണ്, BJPയിലേക്കാണ്. അങ്ങനെ വരുന്ന ഘട്ടത്തിലാണ്, അതെല്ലാം തെളിഞ്ഞു വരുന്ന ഒരു സമയത്താണ് വളരെ പെട്ടെന്ന് പി വി അൻവർ വാർത്താ സമ്മേളനം വിളിക്കുന്നു. മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു, മന്ത്രി PA മുഹമ്മദ് റിയാസിനെതിരെ ആരോപണം ഉന്നയിക്കുന്നു, CPIMന്റെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു. എന്തിനു വേണ്ടി എന്ന ചോദ്യം ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നു വരുന്നു. മാധ്യമങ്ങളെല്ലാം അങ്ങോട്ട് ശ്രദ്ധിക്കുന്നു. രക്ഷപ്പെടുന്നത് ആര്? സുരേഷ് ഗോപിയും സുരേഷ് ഗോപിയുടെ PR ഏജൻസിയും സംഘപരിവാറും BJPയും. പൂരം കലക്കിയത് BJP ആണ്, അതിന് പിറകിൽ സംഘപരിവാർ സംഘടനകളാണ് എന്ന സത്യം വെളിപ്പെട്ടു വരുന്ന ഘട്ടത്തിലാണ് സംഘപരിവാറിനെ സഹായിക്കുന്നതിന് വേണ്ടി പി വി അൻവർ ഇത്തരമൊരു ആരോപണമായി രംഗത്ത് വന്നത് എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയുമോ? ഇതാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ CPIMന്റെ സൈബർ അണികൾ ചോദിക്കുന്ന ചോദ്യം. സുരേഷ് ഗോപി പൂരം കലക്കി എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നു. അത് എന്ത് എന്ന ചോദ്യം ഉയരുന്നു, അത് എങ്ങനെയെന്ന ചോദ്യം ഉയരുന്നു. രാഷ്ട്രീയമായി പൂരത്തെ പോലും ഉപയോഗിക്കാൻ മടിയില്ലാത്തവരാണ് സംഘപരിവാർ എന്ന ചർച്ച കേരളത്തിൽ ഉയർന്നു വരുന്നു. ആ ഘട്ടത്തിൽ സംഘപരിവാറിനെ സഹായിക്കാൻ കഴിയുന്ന രൂപത്തിൽ പി വി അൻവർ രംഗത്ത് വരുന്നു എന്നർത്ഥം. അത് സംഘപരിവാറിന് കൈകൊടുക്കുകയാണ്
ചെയ്തത് സുരേഷ് ഗോപിക്ക് കൈകൊടുക്കുകയാണ് ചെയ്തത് PV അൻവർ എന്ന സംശയത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അത് സത്യമാണോ അല്ലയോ എന്ന് അന്വേഷണത്തിലാണ് ബോധ്യപ്പെടേണ്ടത്. ഏതായാലും പൂരം കലയ്ക്കതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണം കഴിയുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ വിവരങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യും.